നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി, ഒരുപാട് നേർച്ചകൾ ചെയ്തു, ഒരുപാട് ജ്യോതിഷന്മാരെ കണ്ടു. പിന്നെ യൂട്യൂബിനകത്തൂടെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കി, പല കർമ്മങ്ങളും ചെയ്തു നോക്കി. പക്ഷേ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. എന്താ കാരണം? രാശിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. വാസ്തു നോക്കിയപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ അയൽക്കാരെങ്ങനെയാണ്? അപ്പോൾ ചിലർക്ക് ഞാൻ ഈ പറയുന്നത് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. അയൽക്കാർ കുഴപ്പമൊന്നുമില്ല, അന്യമതസ്ഥരാണ്. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. കാരണം അന്യമതസ്ഥർ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചിലർക്കാണെങ്കിൽ ബന്ധുക്കളായിരിക്കും അയലത്ത് താമസിക്കുന്നത്, ചിലർക്ക് സ്വജാതിയിൽപ്പെട്ടവർ തന്നെയായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുമോ? അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവരൊന്നും ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ, തൊട്ടയൽവക്കത്തുള്ളവർക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ട്, അത് ആരാണ് വന്നത്, എന്തിനാണ് വന്നത്. നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, മറ്റെന്തെങ്കിലും പറയാനുള്ള വ്യാജേന ചോദിക്കും, ഇന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറയാൻ ഉണ്ടായിരുന്നു, ആരാ, ബന്ധുവാണോ, അടുത്ത റിലേറ്റീവ് ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും. സോ അതവിടെ കേട്ടിട്ട് അതവിടെ കളയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു നല്ല അയൽക്കാർ തന്നെയാണ്. പക്ഷേ അതേ സംഭവം വീട്ടിൽ പിന്നീട് അത് ചർച്ചയാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നന്മയല്ല അവരാഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം, അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ജോലി ലഭിക്കാൻ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോഴത്തേക്കും അവർ പറയും നടക്കട്ടെ എന്ന് പറയും. പക്ഷേ അതിനുശേഷം അവർ ചിന്തിക്കുന്നത്, ഒരു കാരണവശാലും തങ്ങളെക്കാൾ മുകളിൽ പോകരുത് എന്ന് ചിന്തിക്കുന്ന കുറേ ജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. എല്ലാവരും ഒരുപോലെ അല്ല. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നത്? ഇതൊക്കെ എങ്ങനെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് നേർച്ച ചെയ്യാൻ പറ്റും? നേർച്ചയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, അല്ലേ? ഈ കണ്ണേറെന്ന് പറയുന്നതും പ്രക്കദോഷം എന്ന് പറയുന്നതും അതുപോലെ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ദോഷങ്ങളും നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് പ്രകൃതി നിയമമാണ്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള ഊർജ്ജം അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കാത്ത തരത്തിൽ എങ്ങനെ ചെയ്യാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമസ്തേ രുദ്രധാര. നമ്മളിന്ന് പറയുന്നത്, നമ്മുടെ വീടിന് ഒരു ദോഷവും ഏൽക്കാതെ ഇരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ വീടിന് ദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വീടിനെ മാത്രമല്ല, ഒരു ക്ഷേത്രത്തിനെ പോലും സംരക്ഷിക്കുന്ന അതീവ ശക്തിയുള്ള ഒരു കവചത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കവചത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പേര് ഞാൻ പറയാം. ഇതിനെ കീർത്തിമുഖം അഥവാ കീർത്തിമുഖ എന്നാണ് പറയുന്നത്. കീർത്തിമുഖം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം. മറ്റൊരു പേര് കൂടിയുണ്ട്, മഹത്വത്തിൻ്റെ മുഖം. ഈ മഹത്വത്തിൻ്റെ മുഖം അല്ലെങ്കിൽ കീർത്തിമുഖം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഒരിക്കൽ മഹാദേവൻ, അറിയാലോ, ഹിന്ദു സംസ്കാരം അനുസരിച്ച് ദേവന്മാരുടെ ദേവനായിട്ട് കരുതുന്ന മഹാദേവൻ്റെ ഭാര്യ എല്ലാവർക്കും അറിയാം, ശ്രീ പാർവതി ദേവി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈത്യരുടെ രാജാവായ ജലന്ധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചെറിയ ആഗ്രഹം, വളരെ ചെറിയ ആഗ്രഹമാണ്, വേറൊന്നുമല്ല, ശിവൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കണം. നല്ല ആഗ്രഹം അല്ലേ? അപ്പോൾ ഈ ആഗ്രഹം ഇങ്ങനെ കൂടി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയാമോ? രാഹുവിനെ ശിവൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. ശിവനെ പോയി കണ്ടിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കാൻ, സ്വന്തം ഭാര്യയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്നുള്ള. അപ്പോൾ ഈ ആഗ്രഹം രാഹുവിൻ്റെ അടുത്ത് പറയുകയും രാഹു ഇത് പോയി ശിവനെ അറിയിക്കുകയും ചെയ്യും. സ്വന്തം ഭാര്യയെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ശിവൻ പറയും, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. വെയിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോപം എത്രത്തോളം ഉണ്ടായിരുന്നോ ആ കോപത്തിൽ നിന്നും ഒരു രാക്ഷസനെ സൃഷ്ടിക്കും. ആ കോപം ഒരു രാക്ഷസനായിട്ട് മാറുക ചെയ്യുന്നത്. ആ രാക്ഷസൻ രാഹുവിനെ വിഴുങ്ങാൻ വേണ്ടി ഓടിക്കും.
അങ്ങനെ രാഹു ഭൂമിയിലുടനീളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. മറ്റു മാർഗങ്ങളില്ല. വലിയൊരു രാക്ഷസൻ്റെ മുഖം, രക്തരൂക്ഷിതമായൊരു മുഖമാണ്. ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹു അവസാനം പലരിടത്തും പോവും, ഒന്നും നടക്കത്തില്ല. കാരണം ശിവൻ്റെ കോപത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കില്ല. രാഹു നേരെ മറ്റ് വഴികളില്ലാതെ, വല്ലവൻ്റെ വാക്ക് കേട്ടിട്ട് വന്നതാണ്, മറ്റ് വഴികളൊന്നുമില്ല, നേരെ ശിവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയും, ദേവി ഇത് ജീവിക്കാൻ അനുവദിക്കണം, എന്തെങ്കിലും ഒരു മാർഗമുണ്ട്, ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടണം. സൃഷ്ടിച്ചു പോയി, അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ശിവനൊരു പ്രത്യേകതയുണ്ട്. സംഹാരമൂർത്തിയാണ് എങ്കിലും ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മനസ്സലിഞ്ഞു പോവും. ചില സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാവും. അപ്പോൾ അതുകൊണ്ട് പറയും, രാഹുവിൻ്റെ അടുത്ത് പറയും, ഇനി ആ കോപത്തിൽ നിന്നുണ്ടായ രാക്ഷസൻ തന്നെ ഒന്നും ചെയ്യില്ല, പൊയ്ക്കോളം പറയും. അപ്പോഴത്തേക്ക് ഈ രാക്ഷസൻ തിരികെ ശിവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും, എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തു വേണം എന്ന് ചോദിക്കും. അപ്പോൾ ശിവൻ പറയും, നീ നിന്നെ തന്നെ ഭക്ഷണമാക്കാൻ പറയും, നീ നിന്നെ തന്നെ ഭക്ഷണമാക്കാൻ പറയും, നിന്റെ വാൽ മുതൽ നീ വിഴുങ്ങുക എന്ന് പറയും. അപ്പോഴേക്ക് ശിവൻ പറഞ്ഞ അതേ മാർഗം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ രാക്ഷസൻ എന്തു ചെയ്യും, വാല് മുതൽ വിഴുങ്ങാൻ തുടങ്ങും. പക്ഷേ മുഖം വിഴുങ്ങാതെ മുഖം വരെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് വിഴുങ്ങും. മുഖം മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്, രക്തരൂക്ഷിതമായിട്ടുള്ളൊരു മുഖം. ഈ മുഖം കണ്ടപ്പോൾ ശിവന് ഭയങ്കര ഇഷ്ടം തോന്നി. രാക്ഷസഭാവമാണ്, ശിവൻ്റെ കോപത്തിൽ നിന്നുണ്ടായ ഒരു രാക്ഷസഭാവം. അപ്പോൾ ശിവൻ പറഞ്ഞു, ഞാൻ ഏത് മഹാക്ഷേത്രത്തിലുണ്ടെങ്കിലും നീ എൻ്റെ പടിക്കലുണ്ടാവും, ഞാൻ ഏത് മഹാക്ഷേത്രത്തിലുണ്ടെങ്കിലും നീ എൻ്റെ പടിക്കൽ ഉണ്ടാകും. നിങ്ങൾ ഏത് ഹിന്ദു മഹാക്ഷേത്രം എടുത്ത് നോക്കിയാലും അതിൻ്റെ പുറത്ത് ഈ രാക്ഷസ മുഖം, ശിവൻ അതിനെ വിളിക്കാൻ ആഗ്രഹിച്ചത് കീർത്തി മുഖം എന്നല്ല, മഹത്വത്തിൻ്റെ മുഖം എന്നാണ്. മഹത്വത്തിൻ്റെ മുഖം എന്ന് ശിവൻ വിളിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ മഹത്വത്തോടു കൂടി ക്ഷേത്രങ്ങളുടെ മുന്നിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ രാക്ഷസന് ഒരു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ മേളിൽ ഇങ്ങനെ തൊട്ട് നമ്മൾ തൊഴുന്നത്. നമുക്ക് കൈയെത്തുന്ന ദൂരത്ത് അത് ഉണ്ട്, അതിൻ്റെ ആ പടിക്കൽ ഉണ്ട്, നമ്മൾ തൊട്ട് തൊഴാറുണ്ട്. അപ്പോൾ അത് ആ രാക്ഷസൻ്റെ മുഖമാണ്. എന്നിട്ടൊരു വരവും കൂടെ കൊടുത്തു. നിന്നെ ആരാണോ ഇഷ്ടപ്പെടുന്നത്, നീ എവിടെയാണോ ഉള്ളത്, ആ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ആ ഒരു വീടായിക്കൊള്ളട്ടെ, ക്ഷേത്രമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ പൂർണ്ണമായ സംരക്ഷണ ചുമതല നിന്നിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ സംരക്ഷണത്തിന് ഒരു ക്ഷേത്രത്തിൽ ചുറ്റുപാട് ഒരുപാട് ദേവന്മാരുണ്ട് എങ്കിൽ പോലും ബലിക്കല്ലുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ക്ഷേത്രത്തിനകത്താണ്, പുറത്തുമുണ്ട്, അകത്തുണ്ട്. അപ്പോൾ അത് ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ, വിഗ്രഹമായിട്ടുള്ള ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ കിങ്കരന്മാർ പുറത്ത് ഉണ്ട്, ആ ഭൂമി സംരക്ഷകരുണ്ട്. ഇതൊന്നും കൂടാതെ ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, ആ റെസ്പോൺസിബിലിറ്റി ഹാസ് ബീൻ വെസ്റ്റഡ് വിത്ത് ആ മഹാസത്വമായിട്ടുള്ള ഈ രാക്ഷസൻ്റെ കൈകളിലാണ്. അപ്പോൾ ഈ രാക്ഷസനെ ആരാണോ ആരാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നിനക്കായിരിക്കും. എങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നുകൂടി പറഞ്ഞു. പ്രാക്ക് ദോഷം, കണ്ണേർ ദോഷം, മറ്റൊരുത്തൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരല്ല, സന്താപപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, അവർക്കെതിരെ ആയിരിക്കണം നിൻ്റെ വിശപ്പ് തീർക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ എൻ്റെ കഥയുടെ പൊരുൾ മനസ്സിലായോ? ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കീർത്തി മുഖം അഥവാ മഹത്വത്തിൻ്റെ മുഖം വീടുകളിൽ, മിക്കവാറും ഹൈന്ദവ വീടുകളിലാണ് കൂടുതലും, ഇത് നമ്മൾ വാങ്ങി പടിയുടെ മുകളിലോ അല്ലെങ്കിൽ കയറുന്ന സിറ്റ് ഔട്ടിലോ ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്, വയ്ക്കാറുണ്ട്. കാണുന്ന രീതിയിൽ, അയൽവക്കത്തുള്ളവർ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ളവർ കാണുന്ന രീതിയിൽ നമ്മളിത് വയ്ക്കാറുണ്ട്. ഇതാണ് ഇതിന് പിന്നിലുള്ള സംഭവം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന സമയത്തിൻ്റെ തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് മഹത്വത്തിൻ്റെ മുഖം എന്ന് പറയുന്നത്. അതിനോടൊപ്പം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തു, ഈ ലോകത്തൊന്നും ശാശ്വതമല്ല.
ഒരു വ്യക്തിയുടെ ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം, ഐശ്വര്യം, അങ്ങനെ തുടങ്ങിയ എല്ലാം ഒന്നും തന്നെ സൽകീർത്തി ഒന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല, എപ്പോഴും കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ലോകത്ത് ഒരു സത്യം അല്ലെങ്കിൽ മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് മാറ്റത്തിന് തന്നെയാണ്. എന്താണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് അവസാനം വരെ എന്ന് ചോദിച്ചാൽ അത് മാറ്റം മാത്രമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ അച്ഛനും അമ്മയുടെയും കാലം കഴിയും, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ കാലം കഴിയും. അങ്ങനെ എല്ലാം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കാലത്തിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. ആ കാലം എന്ന് പറയുന്ന തത്വമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കീർത്തിമുഖത്തിലൂടെ പ്രതിനിധീകരിക്കുന്നത്. അപ്പം സമയം, ഇപ്പം നമുക്ക് മനസ്സിലായി സമയത്തിനാണ് പ്രാധാന്യം. ഒരു വ്യക്തിയുടെ സമയം മോശമാണെങ്കിൽ, നീ ഒപ്പമുണ്ടെങ്കിൽ, ശിവൻ നൽകിയ വരദാനമാണ്, നീ ഒപ്പമുണ്ടെങ്കിൽ അവൻ്റെ സമയത്തെ, ആ തത്വത്തെ, സമയമാകുന്ന തത്വത്തെ നിനക്ക് നന്മയുടെ വഴിയിലേക്ക് നടത്താൻ സാധിക്കും എന്നുള്ള വരമാണ് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ കഥയുടെ അടിസ്ഥാനത്തിലാണ് വീടുകളിൽ കീർത്തി മുഖം എന്ന് പറയുന്നത് വയ്ക്കുന്നത്. ഇനി ഇത് വെച്ചത് കൊണ്ട് എന്താണ് ഗുണമെന്ന് പറയുന്നത്? നമുക്കിത് വെക്കാൻ ഒരു പ്രത്യേക ദിവസമുണ്ട് കേട്ടോ. ശനിയാഴ്ച ദിവസമാണ് കീർത്തി മുഖം വീട്ടിൽ സ്ഥാപിക്കേണ്ടത്. ശനിയാഴ്ച ദിവസം ഈ കീർത്തി മുഖം സന്ധ്യാനേരത്ത്, പ്രത്യേകം പറയുന്നു, സന്ധ്യാനേരത്ത് വീടിൻ്റെ ഉമ്മറപ്പടിക്ക് മുകളിലായിട്ട് കീർത്തി മുഖം തൂക്കിയിടുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളെക്കുറിച്ച് ആരാണോ നിങ്ങൾ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുന്നത്, നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടരുത്, നിങ്ങൾക്കൊരു ജോലി ഉണ്ടാകരുത്, നിങ്ങൾക്കൊരു വിവാഹം ഉണ്ടാവരുത്, ജീവിതം എന്താണോ പറയുന്നത്, ജീവിതമാകുന്ന തത്വം എന്താണോ പറയുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ആ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് ചുറ്റും നിന്ന് ആര് ശ്രമിക്കുന്നുവോ ആ ആഗ്രഹം, അയാളുടെ ആഗ്രഹം, അത് അയാളിലേക്ക് തന്നെ ചെല്ലുവാൻ ഉള്ള വരമാണ് കീർത്തി മുഖത്തിലൂടെ ഭഗവാൻ മഹാദേവൻ ഈ രാക്ഷസന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നത്. ക്ഷയാദത്രായതേ ഇതി ക്ഷേത്ര എന്ന് പറയുന്നത് പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും നശിക്കാത്തത് എന്ന് വെച്ചാൽ അത് ഈ രാക്ഷസൻ എവിടെയുണ്ടോ ആ സ്ഥലം ഒരിക്കലും നശിക്കില്ല എന്നുള്ള വലിയ ഒരു തത്വമാണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പല വീടുകളിലും നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, വയ്ക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള കണ്ണേറും ഇല്ല, ഒരു ദോഷവും ഇല്ല. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല വരാൻ. ഇനി വന്നാൽ ആരെങ്കിലും ചെയ്യുന്നത്, ആരെങ്കിലും ആഗ്രഹിക്കുന്നത്, ചിലരുടെ ആഗ്രഹത്തിന് വലിയ തീവ്രതയുണ്ട്, ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. അവർ ചിന്തിക്കുന്നത് എന്നേക്കാൾ ഒരു കാരണവശാലും മുകളിലേക്ക് പോകരുത്, നാളെ ഇവൻ്റെ മുമ്പിൽ ഞാൻ തൊഴേണ്ട അവസ്ഥ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അവർ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അതൊരു മനസ്സിൻ്റെ ശക്തിയാണത്. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതേ സംഭവം തന്നെയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ കൈകൾ രണ്ടും വിടർത്തി നമ്മൾ കൈകളെ നോക്കിയിട്ട് എന്താ പറയുന്നത്, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ ഗോവിന്ദം പ്രഭാതേ കരദർശനം എന്ന് പറയുന്നത് പോലെ കൈകളിലാണ് ദൈവങ്ങളെല്ലാം, അല്ലേ? നമ്മുടെ കർമ്മമണ്ഡലം തന്നെ പുഷ്ടിപ്പെടുന്നത് നമ്മുടെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ആരാധിക്കുന്നു. അതൊരു മാനിഫെസ്റ്റേഷനാണ് ആക്ച്വലി. സമ്പത്ത് എന്ന് പറയുന്ന സംഭവം, സമ്പത്ത് എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷനിലൂടെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്, പലരും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. അതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല. ശരിക്കും ഇത് ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്, നമ്മളെ നശിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകണം എന്ന് ചിന്തിക്കുന്നത്, അത് നമ്മുടെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും ഇവൻ ആ തിരിച്ചടി അവരിലേക്ക് തന്നെ ചെല്ലും. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഈ സംഭവം മേടിച്ച് വീടിൻ്റെ മുമ്പിൽ അങ്ങ് വയ്ക്കുക. ഈ സംഭവം നമ്മൾ വീടിൻ്റെ മുമ്പിൽ വയ്ക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നു, അത് വെച്ചതിന് ശേഷം നമ്മൾ യാതൊരു കാരണവശാലും മറ്റൊരാൾ നശിച്ചു പോകണം എന്ന് ചിന്തിക്കാനേ പാടില്ല. എങ്ങനെയാണോ ക്ഷേത്രം അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ വീടും. എങ്കിൽ മാത്രമേ ആ വളർച്ച, ആ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതല്ല നിങ്ങളും തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ആ സത്വമുണ്ടല്ലോ, ഈ രാക്ഷസം, ആ രാക്ഷസം എന്താണ് ചെയ്യുന്നത്, പിടികിട്ടി കാണുമല്ലോ, അത് നിങ്ങളിലേക്ക് തന്നെ എത്തും. അപ്പോൾ അതുകൊണ്ട്
നമ്മളായിട്ട് ആർക്കും ഒന്നിനും ചെയ്യാൻ പോകണ്ട. അങ്ങനെ ചെയ്തവരൊന്നും നല്ല രീതിയിൽ ജീവിച്ച ചരിത്രമേ ഇല്ല, അല്ലേ? അപ്പം അതുകൊണ്ട് ഇത് വാങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. കുറേ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞങ്ങ് പോകും. ഇതൊരു വിശ്വാസം മാത്രമല്ല, ഇതൊരു ഐതിഹ്യമാണ് എന്നുകൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കീർത്തി മുഖം, ഞാനിവിടെ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം കേട്ടോ. പല ഓൺലൈൻ സൈറ്റുകളിലും അതുണ്ട്. അപ്പോൾ അത് വയ്ക്കുന്നവർ അതിന് ഇത്ര കാലയളവൊന്നൊന്നുമില്ല, നിങ്ങൾക്കത് എത്ര നാൾ വേണമെങ്കിലും അത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാമെന്നുള്ളതാണ്. അത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജിക്കകത്തുണ്ടാകുന്ന വ്യതിയാനം നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അധ്യായത്തിൻ്റെ പേര് കീർത്തി മുഖം അഥവാ മഹത്വത്തിൻ്റെ മുഖം എന്നാണ്. വലിയ തത്വം മാനവരാശിക്ക് വിഭാവനം ചെയ്ത ഒരു ഐതിഹ്യമാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി മുഖമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.